ഹലോ, വെൽക്കം ബാക്ക് ടു ടി ടോക്സ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചില ഫാഷൻ സിംഹങ്ങൾക്കും ട്രോളന്മാർക്കും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്താണെന്നല്ലേ? നമ്മുടെ ദളപതി വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോയപ്പോൾ ഇട്ട വസ്ത്രം. അതെ, ആ ഷർട്ടിന്റെ കളറും അതിന്റെ സ്റ്റൈലുമാണ് ഇപ്പോൾ ചിലരുടെ വലിയ ചർച്ചാ വിഷയം. ഇവർ വിചാരിച്ചത് പുള്ളി കോട്ടും സൂട്ടും ഇട്ട് ടൈയും കെട്ടി അതും പോരാഞ്ഞ് തലയിൽ ഒരു കിരീടവും വെച്ച് പോകുമെന്നാണ്. ഒരു നടൻ എന്ന നിലയിൽ നിന്നും ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി നേതാവായി വളർന്ന് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച വിജയ് പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സന്ദർശിച്ചപ്പോൾ ധരിച്ചത് വളരെ സിമ്പിളായ ഒരു കാഷ്വൽ ഷർട്ടാണ്. സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്ന ആഡംബരങ്ങളില്ലാത്ത ഒരു ജനനേതാവിന്റെ ലുക്ക്. പക്ഷേ ചില സൈബർ സിംഹങ്ങൾക്കും വാർത്താ ചാനലുകൾക്കും അത് ഒട്ടും പിടിച്ചിട്ടില്ല. അവർ ചോദിക്കുന്നത്, പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ ഇങ്ങനെയാണോ വസ്ത്രം ധരിക്കേണ്ടത്? അയ്യോ, പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഇങ്ങനത്തെ ഷർട്ട് ഇടാമോ? ഇസ്തിരി കുറഞ്ഞുപോയി, ബട്ടൺസ് കറക്റ്റ് അല്ല എന്നൊക്കെയാണ് ഇവരുടെ തിയറി. അല്ലയോ വിവരപ്രഭുക്കളെ, വസ്ത്രധാരണം എന്നത് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. കോട്ടും സൂട്ടും ടൈയും കെട്ടി അണിഞ്ഞൊരുങ്ങി ചെന്നാൽ മാത്രമേ ഒരാൾക്ക് ഗൗരവമുള്ള രാഷ്ട്രീയക്കാരനാകാൻ പറ്റൂ എന്ന് ഏത് ഭരണഘടനയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്? പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ എന്താണ് ധരിക്കേണ്ടത്? നല്ല വൃത്തിയുള്ള മാന്യമായ വസ്ത്രം അല്ലേ? അത് നമ്മുടെ വിജയ് കൃത്യമായി ധരിച്ചിട്ടുണ്ട്. അതിനാണ് ഇപ്പോൾ ഈ ഫാഷൻ ഡിസൈനർ ചമയുന്നവർ നെറ്റിച്ചുളിക്കുന്നത്. ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും വിജയ് അങ്ങോട്ട് ചെന്നത് ബർമൂഡയും ബനിയനും ഇട്ടാണെന്ന്. പുള്ളി നല്ല വൃത്തിയുള്ള ഷർട്ടും പാന്റും ഇട്ടിട്ടാണ് പോയത്. വിജയ് സാറിനെ അറിയുന്നവർക്കറിയാം, അദ്ദേഹം പണ്ടേ സിമ്പിൾ ലുക്കിന്റെ ആളാണ്. സിനിമയിൽ 100 പേരെ ഒന്നിച്ചടിച്ചു പറത്തുന്ന ആളാണെങ്കിലും ലൊക്കേഷനിലും പുറത്തും വന്നാൽ പുള്ളി പാവം ഒരു സാധാരണക്കാരനാണ്. അതിപ്പോ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയാലും ആ ലളിത ജീവിതം പുള്ളി കൈവിട്ടിട്ടില്ല. അതിനെയാണോ ചിലർ ഫാഷൻ ക്ലാസ് എടുത്ത് വിമർശിക്കുന്നത്? ഇവിടെ കാര്യം വസ്ത്രമല്ല, അവിടെ നടന്ന രാഷ്ട്രീയ ചർച്ചകളും ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാടുകളുമാണ് പ്രധാനം. വിജയ് അവിടെ പോയി സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചോ ചർച്ച ചെയ്യാൻ കെൽപ്പില്ലാത്തവരാണ് ഇപ്പോൾ ഈ വസ്ത്രത്തിന്റെ പേരിൽ കുറ്റം കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വിജയ് എന്തിട്ടാലും അത് ട്രെൻഡ് ആകുന്ന ഒരു കാലമാണിത്. ഈ വിമർശിക്കുന്നവർ നാളെ ഇതേ മോഡൽ ഷർട്ട് കടയിൽ പോയി തപ്പിപ്പിടിച്ച് വാങ്ങിയിടും. നോക്കിക്കോ. വിജയ് അന്നും ഇന്നും ലളിതമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന തന്റെ വസ്ത്രധാരണത്തിൽ പോലും ആ സിംപ്ലിസിറ്റി കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ വിമർശിക്കുന്ന ആളുകളെ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. കാരണം ഇതിന് ഒറ്റ വാക്കിൽ അസൂയ എന്നോ കുശുമ്പോ എന്നോ വിളിക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയ് ഇന്ന് എത്തി നിൽക്കുന്ന ആ വലിയൊരു പൊസിഷനിലേക്ക് എത്താൻ ഇവർക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. അതിൻ്റെ ഒരു ചെറിയ കണ്ണിക്കടിയായിരിക്കും ഈ വസ്ത്രത്തിന്റെ പേരിലുള്ള കുറ്റം പറച്ചിലായി പുറത്തു വരുന്നത്. ഈ വസ്ത്രധാരണത്തെ ചൊല്ലി കരയുന്നവരോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ജസ്റ്റ് ചിൽ ബ്രോ. വസ്ത്രം നോക്കി മനുഷ്യരെ അളക്കുന്ന പരിപാടി പണ്ടേ ഔട്ടായതാണ്. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ തർക്കിക്കാൻ വരുന്നവരോട് ലുക്കിലല്ല സുഹൃത്തുക്കളെ, വർക്കിലാണ് കാര്യം എന്നേ പറയാനുള്ളൂ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വിജയുടെ സിമ്പിൾ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? താഴെ കമന്റ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി ടി ടോക്സിൽ വീണ്ടും കാണാം. ബൈ.